നായിനിലെ വിധവയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. വിധവ യൗവനത്തിലെ ഭർത്താവ് പോയി. ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയാണ് ഒരു മകൻ. അവനെ ഇപ്പം മഞ്ചത്തിൽ കൊണ്ടുപോകുന്നു. ഭയങ്കര വിലാപയാത്രയാണ്. ആ വിലാപയാത്രയിൽ നമ്മൾ ഒരു കാര്യം അതിനകത്തോട് പറയുന്നു. നൈനെന്ന് ഒരൊറ്റ പ്രാവശ്യം ഈ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. കർത്താവ് അവളെ കണ്ടു. അടുത്ത പദം പറയാണ്, അവൻ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് അത്രയും വലിയ പുരുഷാരമുള്ളപ്പോൾ അവർ പറയും ഇപ്പൊ ഇവള് കരയില്ല, പിന്നെ എപ്പോ കരയാനാ? ഭർത്താവ് പോയി, പിന്നെ ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ മകനും പോയി. ഇപ്പോഴല്ലേ കരയേണ്ടത്? ഇതെന്തോ പറച്ചില്ല. ഈ ഉമ്മൻചാണ്ടിയുടെയൊക്കെ വിലാപയാത്ര നിങ്ങൾ കണ്ടതല്ലേ? ആളുകൾ പറയുന്നതൊക്കെ കേട്ടതല്ലേ? അതുപോലെയാണോ നമ്മുടെ കർത്താവ് പറഞ്ഞു? നമ്മുടെ കർത്താവ് അവളോട് കരയണ്ടെന്ന് പറഞ്ഞെങ്കിൽ കരയണ്ട. ഇന്ന് പ്രാരംഭമായി ഇവിടെ വന്ന ഈ ദൈവജനത്തോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. നിന്നെ കരയിപ്പിച്ച ചിലതുണ്ടല്ലോ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ കരയിപ്പിച്ചത്, നീ പോലും അറിയാതെ നിന്നിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയത്, നസ്രായൻ കടന്നു വന്നെങ്കിൽ അത് മടക്കിത്തരാൻ ഇന്ന് ഈ 16ാമത്തെ പകൽ നിന്റെ ജീവിതത്തിൽ നിന്ന് നീ പോലും അറിയാതെ അപഹരിച്ച ചിലത് മടക്കി നിന്റെ കയ്യിൽ തരുന്ന പകലാണെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദീപര ബലബല ഹത്തുര ബലബല ദിഗബര ബലബല ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നമ്മളെ ഒക്കെ പഴയ പണ്ടത്തെ ആളുകൾ പറയും തലേ വര. ആരാ വരച്ചത്? അവൻ നിന്നെ അവന്റെ ഉള്ളംകൈയിലാ വരച്ചേക്കുന്നത്. തലയിലല്ല വരച്ചേക്കുന്നത്, ഉള്ളംകൈയിലാ വരച്ചിരിക്കുന്നത്. അവിടെ ചോദിക്കും, യൗവനത്തിലെ എന്റെ ഭർത്താവ് പോയില്ലേ, എന്റെ മുഴുവൻ പ്രതീക്ഷ ഈ കുഞ്ഞായിരുന്നില്ലേ, ഇപ്പൊ ദൈവനെയും കൊണ്ടുപോകുന്നു. അപ്പനെ കൊണ്ടുപോകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ ഗേറ്റിൽ അതിൽ കടക്കുന്നതിന് മുമ്പ് യേശു കടന്നു പോകും. ആമേൻ. ഹല്ലേലൂയ. അവന്റെ പിതാവിനെ കൊണ്ടുപോകും. പിതാവിനെ കൊണ്ടുപോകാൻ്റെ ഐഡിയ എന്നാ? അതേ വാതിക്കൽ കൂടെ മകനെ കൊണ്ടുപോകണം. നടക്കത്തില്ല, നടക്കത്തില്ല. കാരണം കയറി വന്നത് നസ്രായന. നസ്രായന്റെ ഒരു പ്രത്യേകത എന്താന്ന് നിനക്കറിയാവോ? അവൻ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവൻ ചരിത്രം തിരുത്തുന്നവന്. അവൻ ഭൂമിയിലോട്ട് ജനിച്ചു വീണപ്പോ ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായിട്ട് തിരിച്ചു. അവൻ കഫർനഹൂമിലെ ദൈവാലയത്തിൽ ചെന്നപ്പോ അതിന്റെ ചരിത്രം മാറ്റി. ആമേൻ. എവിടൊക്കെ അവൻ കടന്നു ചെന്ന് കാല് ചവിട്ടിയിട്ടുണ്ടോ അതിന്റെ ചരിത്രം മാറ്റുന്നവനാ നസ്രായൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നാന്നറിയോ? ഇവൻ ചെന്ന് മഞ്ചത്തെ തൊട്ടു. ഇത്രേ പുരുഷാരം ഉണ്ടായിട്ട് ആരും എന്താ അവനെ സ്റ്റോപ്പ് ചെയ്യാൻ? അവനെ സ്റ്റോപ്പ് ചെയ്യാൻ എന്താ? അവന്റെ വിരൽ കൊണ്ട് ആ മഞ്ചത്തെ തൊട്ടു. അവന്റെ വിരലിന്റെ അറ്റം മതിയെന്നേ. നിന്റെ വിധി തിരുത്തി എഴുതാൻ അവന്റെ വിരലിന്റെ അറ്റം മതി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുമക്കുന്നവര് നിന്നെന്ന്. കഴിഞ്ഞ കാലങ്ങളിൽ ചില അസൈൻമെന്റ് ഉണ്ടായിരുന്നു, കൊണ്ടുപോകാൻ, രോഗിയാക്കാൻ, കീമോ ചെയ്യാൻ, പിന്നെ എന്താ പറയുക, റേഡിയേഷൻ ചെയ്യാൻ. ഇങ്ങനെ ഒത്തിരി 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 അജണ്ട ഉണ്ട് അവർക്ക്. അതിനാ ഇവർ ചുമക്കാൻ നിൽക്കുന്നത്. ഇതൊരു അസൈൻമെന്റാ. പക്ഷെ ചുമക്കുന്നവരാദ്യം നിന്നു. ഇന്ന് അസൈൻമെന്റ് ക്യാൻസൽ ചെയ്യുക. ആ അസൈൻമെന്റ് ഇന്ന് ക്യാൻസൽ ആവുക. ഇനിയും ചുമക്കണ്ട കേട്ടോ. ഇനിയും ചരിത്രം ആവർത്തിക്കണ്ട. അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് ഈവര ബലബല 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 ഹദ്ദുര ബലബല ജഗബല ബലബല ദൂരിഗബ യദ്ദു റിഗബല ബലബല 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 ബല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധീമ മാമ ധീമര ബലബല
ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ചുമക്കുന്നവരാദ്യം നിന്നു. അവർക്ക് പല ചരിത്രമുണ്ട്. അപ്പനെ കൊണ്ടുപോയ ചരിത്രമേ, അപ്പനെ കൊണ്ടുപോയ ചരിത്രത്തിലൂടെ മകനെ കൊണ്ടുപോകാനല്ല, അമ്മയെ കൊണ്ടുപോയതിലൂടെ മകളെ കൊണ്ടുപോകാനല്ല കേട്ടോ. അത് ആവർത്തിക്കാനല്ല, അതിവിടെ നിൽക്കുക. ഫുൾ സ്റ്റോപ്പാണ് അവൻ ഇടുന്നത്. ചുമക്കുന്നവര് നിന്നു. അടുത്തത് മരിച്ചു പോയി എന്ന് വിധി എഴുതിയവനോട്. അങ്ങനെയല്ലേ എല്ലാരും പറഞ്ഞു? മരിച്ചു പോയി. അവൻ തന്റെ അമ്മയ്ക്ക് ഏകജാതനായിരുന്നു. ഇന്ന് വേറൊന്നില്ല കണ്ണിൽ നോക്കാൻ. എൻ്റെ വലിയ മോനെ കൊണ്ടുപോയി. എല്ലാവരും പറയാം അനുശോചനം. ഞാൻ ചില കാര്യങ്ങളിലൊക്കെ പെന്തക്കോസിനോട് യോജിക്കാത്ത ചിലതുണ്ട്. ഇനി അത് പറഞ്ഞ് എന്നെ തല്ലാൻ വരണ്ട. അനുശോചനം എന്തിനാ അനുശോചനം? എൻ്റെ കുഞ്ഞവൻ്റെ അപ്പൻ്റെ അടുത്തോട്ടാ പോയി. ജാതികൾ പറയട്ടെ അനുശോചനം. നീ ഞാനും എന്തിനാ അനുശോചനം പറയുന്നത്? നമ്മുടെ മക്കളെ ദൈവകൃപയിൽ വളർത്തി അവരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവർ അവരെങ്ങോട്ടാ പോകുന്നത്? അതിനനുശോചിക്കുന്നു. ഹല്ലേലൂയ. കള്ളും കുടിച്ച് വഴിയാ നടന്ന് വണ്ടി ഇടിച്ചാത്തല്ലോ ആണോ? അല്ല, എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും സ്നാനപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു. ആമേൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ അനുശോചനം പറയാനൊക്കത്തില്ലെന്ന്. വേണേ എന്നെ ഒന്ന് അനുമോദിച്ചോളാൻ പറഞ്ഞു. ബാഷുറിയ മാസ്റ്റർ എന്നോട് ചോദിച്ചു, എൻ്റെ അന്നാൻറ്റിക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം വന്നെന്ന്. ഞാൻ പറഞ്ഞു ഒരു ദൈവശക്തി. ഞാൻ ഒറ്റ കാര്യം ദൈവത്തോട് പറഞ്ഞുള്ളൂ, എൻ്റെ മോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ. ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചിട്ട് നീ തന്നില്ല, അത് നിൻ്റെ ഇഷ്ടം. കാരണം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ കർത്താവിൻ്റെ ദാസി ഫെബി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആൻറ്റി എനിക്കിത് പറയാനും പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റത്തില്ല. മിനിച്ച എൻ്റെ മുറി ഒരുങ്ങിക്കഴിഞ്ഞു. ആൻറ്റി കരയുന്നതുകൊണ്ട് അധികം എടുക്കാത്ത. ആ സ്നേഹം നോക്കി, ആൻറ്റി കരയുന്നതുകൊണ്ട് അമ്മോനെ എടുക്കാത്തെന്ന്. അവൻ്റെ മുറിയെല്ലാം റെഡിയായെന്ന്. അതെന്തൊരു സ്നേഹമാണ്! എന്നോടുള്ള സ്നേഹം ഒന്നും ആലോചിച്ച് നോക്കി. ഞാൻ കരയുന്നതുകൊണ്ട് എൻ്റെ മോനെ എടുക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു അപ്പാ ഒരു ചാൻസ് കൂടെ കൊടുക്കപ്പാ. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, നിൻ്റെ ഇഷ്ടം, അത് നിൻ്റെ ഇഷ്ടം, എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ. ഈ കൈ കൊണ്ട് അവൻ്റെ കണ്ണ് തിരുമ്മി അടച്ച്. മരിച്ചു കിടന്നപ്പോൾ എന്തൊരു ശോഭയായിരുന്നെന്നറിയാം. അപ്പം ഞാനൊരു 2 കാര്യം പറഞ്ഞു. നീ ചോദിച്ചപ്പോൾ ഞാൻ തന്നല്ലോ, എനിക്ക് 2 കാര്യം വേണം. ഒന്ന്, ആ ഹാളിനകത്ത് നിൻ്റെ പ്രസൻസ്. കണ്ടെത്തിക്കാർ വരും എന്നെ ചോദ്യം ചെയ്യാൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വരും. അവരൊക്കെ അനുഭവിക്കുന്ന ഒരു ദൈവസാന്നിധ്യമാണ്. 2, ഞാൻ കരയാൻ പറ്റത്തില്ല, ഞാൻ കരയാനൊക്കത്തില്ല അവിടെ. അപ്പോൾ എന്നോട് അവിടെ കർത്താവിൻ്റെ ദാസൻ ചോദിച്ചു, എന്നാൻ്റെ 2 വാക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ധൈര്യമില്ല മോനെ പറയാൻ എന്ന് പറഞ്ഞു. പക്ഷേ ജോസ് ജോർജ് ഒരു പാട്ടുപാടി, നീ മാത്രം മതി. ദൈവമക്കളെ എൻ്റെ മേൽ ഇറങ്ങി വന്ന ഒരു ദൈവശക്തി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർക്ക് താങ്ങാൻ വയ്യാത്ത. പെട്ടെന്ന് ഞാൻ മൈക്ക് മേടിച്ചുകൊണ്ട് അവിടോട്ട് ചെന്ന് നിന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ചിരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചു. ഒരു മകൻ മരിച്ചു കിടക്കുമ്പോൾ ഒരമ്മ ചിരിച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കും. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എൻ്റെ മേൽ വന്നപ്പോൾ ഞാൻ ആള് മാറിയതുപോലെ ആയിപ്പോയി. ഇന്ന് ഞാൻ ഈ ആദ്യമായിട്ടാണ് അസുഖം വന്നിട്ട് ഇറങ്ങിയത്. അത് നിങ്ങളോട് പറയാമല്ലോ. ആദ്യമായിട്ട്, അതും തിരുവല്ല പട്ടണത്തിൽ ഈ മോനുമായിട്ട് വരാൻ ദൈവം ഭാഗ്യം തന്നു. മോൻ ക്ലാസ്സിൽ നിന്ന് പറയാതെ ചാടി വന്നിരിക്കുകയാണ്, തിരിച്ചുകൊണ്ട് വേഗം വിടണം. അപ്പോൾ പക്ഷേ ഈ മനുഷ്യനോട് എൻ്റെ സ്നേഹം ഭയങ്കര. ഈ അനീഷ് കാവാല്, ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം ഭയങ്കര അടുപ്പം. അത് ഈ നാട്ടുകാരെന്തോ പറയുന്നത് അത് എൻ്റെ വിഷയമല്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറയുന്നത് അതാണ് എൻ്റെ വിഷയം. എനിക്ക് ഭയങ്കര അസൂയ ഈ മനുഷ്യനോട്. എന്നാന്നറിയും, എൻ്റെ ദൈവമേ ബൈബിളൊക്കെ ബൈഹാർട്ടാണ്. ഈ ഫോട്ടോഗ്രാഫി മെമ്മറിയാണ്. നമ്മളെടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു അധ്യായം പറഞ്ഞു കഴിയും. എങ്ങനെ അസൂയപ്പെടാതിരിക്കും? എടാ ഇതൊക്കെ കാണാൻ നീ കാണേണ്ടത് ഇതൊക്കെയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു മനുഷ്യൻ എന്നോട് പറയാം 2 മിനിറ്റ് ഇവിടെ വന്നിരുന്നാൽ മതി. എനിക്ക് നോ പറയാൻ പറ്റിയില്ല. അദ്ദേഹത്തോട് എനിക്ക് നോ പറയാൻ പറ്റാഞ്ഞത് കൊണ്ട് ഹസ്ബൻഡിനോട് പോലും പറയാതെ ഞാൻ അവിടുന്ന് ഈ വഴി ചാടി ഇപ്പുറത്തൂടെ വന്ന് ഇവിടെ വന്ന് കയറി. അറിഞ്ഞാൽ വിടത്തില്ല. കാര്യം ക്രൗഡിനകത്ത് പോകരുതേ, മാസ്ക് വെക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റ്. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ ഗസ്റ്റ് റൂമിലാണ് കിടക്കുന്ന. അവിടുന്ന് പതിയെ ഇറങ്ങി മുറ്റത്തിൻ്റെ സൈഡിൽ വന്നു. സതീഷ് വണ്ടി തുറന്നു വന്ന് കയറി പതിയെ വണ്ടി വിട്ട് ഞാനിങ്ങി പോയി. ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഭാഗ്യത്തിന് സുവിശേഷം കേൾക്കത്തില്ല, അതുകൊണ്ട് കാണുമെന്നും പേടിക്കണ്ട. അങ്ങനെ നോക്കിയൊക്കെ പറഞ്ഞ് കരയണ്ട. എന്നിട്ട് അടുത്തത് പറയണം, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. കണ്ടോ? ബാല്യക്കാര മരിച്ചു പോയെന്ന്
വൈദ്യശാസ്ത്രം വിദ്യ എഴുതി, ലോകം വിദ്യ എഴുതി. ബാല്യക്കാര എഴുന്നേൽക്കെന്ന് ഞാൻ. അതാണ് ആരായി പറയുന്നത്? അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, സർവഭൂമിയുടെ നാഥനായവൻ. അവൻ പറയാണ്, come on, get up. ആമേൻ. എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയും. അടുത്ത വാക്യം നിങ്ങൾ നോക്കണം. മരിച്ചവൻ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കാൻ തുടങ്ങിയെന്ന്. ആമേൻ, ഹല്ലേലൂയ. ഇത് കർത്താവിന് ജനത്തെ അറിയാം. കാര്യം പരീശന്മാരും ശാസ്ത്രിമാരും പുറകെ നടന്ന് കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ബാല്യക്കാരൻ എഴുന്നേറ്റിരുന്ന് അവർ പറയും, എങ്ങനെയാണോ പൊങ്ങിയത്, എങ്ങനെയാ വല്ല ഈ എന്താ പറയുന്നത്, ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണം വിട്ടുപോയത് കൊണ്ട് അവൻ പൊങ്ങിയതായിരിക്കും എന്നൊക്കെ വേണേൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയും. കർത്താവ് പറഞ്ഞു, വേണ്ട, ഒരു സംശയം വേണ്ട, എഴുന്നേറ്റ് സംസാരിക്കട്ടെ. അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അപ്പൊ നോക്കണം, ഇനി ആയുസ്സിൽ സംസാരിക്കത്തില്ല. അവന്റെ കണ്ണ് തിരുമ്മി അടച്ച് വാ കൂട്ടിക്കെട്ടി ഇവിടെ കെട്ടി വെച്ചതിന്റെ അർത്ഥം എന്നാ? ഇനി ആയുസ് നീ വാ പൊളിക്കണ്ട. ഇതൊക്കെ ദൂതായി പറയുന്നേ. നിന്റെ വാ പൊളിപ്പിക്കുകയില്ലെന്ന് ആര് പറഞ്ഞോ? അവരുടെ മുമ്പിൽ. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ വാ പൊളിക്കുന്നത് ചിലതിന് പേടിയാ. അതുകൊണ്ട് നിന്റെ വാ അങ്ങ് അടച്ചു കാണണമെന്ന് അവന്റെ ഒരു ആഗ്രഹം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അപ്പനുമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു, അപ്പൊ അവനെ ഞാൻ തന്നില്ല, എന്റെ മോനെ ഞാൻ തന്നില്ല, പക്ഷെ ഒരു തലമുറ എഴുന്നേക്കുന്ന എനിക്ക് കാണണം. ഒരു തലമുറ എൻ്റെ ദൈവത്തിന് വേണ്ടി എഴുന്നേക്കും. അവരുടെ വായടയ്ക്കാനൊക്കത്തില്ല, വായടയ്ക്കാനൊക്കത്തില്ല. അവരെഴുന്നേക്കും, അവർ സംസാരിക്കും. നിന്റെ വായടയ്ക്കുമെന്ന് പറഞ്ഞില്ലേ? നിന്റെ വാ തുറക്കാനാ തമ്പുരാൻ എന്ന് പറഞ്ഞു. അടച്ച വാ തുറക്കാൻ, ഇനി തുറപ്പിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ, ആമേൻ. നീ ഇനി അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇവൻ ഇനി ആയുസ് മുഴുവൻ എന്താ പറയാൻ പോകുന്നത്? ഈ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചവൻ എന്താ പറയാൻ പോകുന്നത്? അവന് വേറെ എന്തേലും പറയാനുണ്ടോ? പറയും, അതേ പറയാനുള്ളൂ, അതേ അവനിനി പറയാനുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൊച്ചു പ്രായത്തിൽ എൻ്റെ അപ്പം മരിച്ചുപോയി. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഏക മകനായിരുന്നു. എന്നെ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്ന ഞാനും അങ്ങ് മരിച്ചുപോയി. എന്നെ അപ്പൻ്റെ കുഴിയിലോട്ട് അവിടെ കൊണ്ട് കൊണ്ടുവെക്കാനായിട്ട് പോയപ്പോൾ ദേ നസ്രായൻ എന്ന് പറഞ്ഞൊരുത്തൻ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് അവനെ അറിയത്തൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. പക്ഷെ എൻ്റെ അമ്മയെ കണ്ടപ്പം പറഞ്ഞു കരയുണ്ടാന്ന്. എൻ്റെ അമ്മ വായിട്ടടച്ച് കരയുക. കാരണം അപ്പം പോയ പോലെ ഞാനും പോയല്ലോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. എൻ്റെ അമ്മയോട് വന്ന് പറയാ കരയുണ്ടാന്ന്. കേട്ടവരൊക്കെ വിചാരിച്ചു ഈക്കെന്ത് ബോധമില്ലേ, ഇപ്പൊ ഇവർ കരഞ്ഞില്ല പിന്നെ എപ്പോൾ കരയാനാ? പക്ഷെ ഇവർക്കറിയത്തില്ലായിരുന്നു. അടുത്തത് വന്നേ എന്നെ കൊണ്ടുപോയി ആ മഞ്ചത്തേലോട്ട് തൊട്ടു. ഇതൊക്കെ പറയുന്നത് ഞാൻ കേട്ടാ. പിന്നെ ഞാനൊരു ശബ്ദം കേൾക്കുക, ബാല്യക്കാരാ എഴുന്നേൽക്ക. ഈ പകൽക്കാലം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ചില ശബ്ദം ദൈവം നിന്നോട് സംസാരിക്കുന്നത്, അത് നീ കേൾക്കാൻ പോവാ. ഈ നാട്ടുകാര് സംസാരിക്കുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അതേ ഇനി പറയാനുള്ളൂ. അവനിരുന്ന് സംസാരിച്ചു തുടങ്ങി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവൻ എപ്പം നിർത്തുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല.
ഹല്ലേലൂയ. നിർത്തത്തില്ല. അവൻ തുറന്നതാണോ ആർക്കും അടയ്ക്കാൻ പറ്റിയ. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ കയ്യിലുണ്ട്. അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. ആര് വേണേ ഭരിക്കട്ടെ, നമുക്കെന്നാ ചെയ്തു? നമുക്കറിയാം നമ്മുടെ കാര്യം തീരുമാനിക്കുന്ന ആരാണ്. അവൻ സംസാരിച്ചു തുടങ്ങി. എന്നിട്ട് പറയാണ്, എനിക്കറിയാം ഞാൻ നിന്നോട് പറയുന്നതെന്ന് പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയില്ലേ? ഇത് ഒന്നാമത്തെ പ്രാവശ്യമാണോ? ഇത് ആദ്യത്തെ പ്രാവശ്യമാണോ? അപ്പനെ കൊണ്ടുപോയില്ലേ? ഇപ്പൊ മകനെ കൊണ്ടുപോയില്ലേ? കാലങ്ങളായിട്ട് നീ അറിയാതെ നിന്നിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോയതില്ലേ? അത് ഞാൻ മടക്കി നിന്റെ കയ്യിൽ തരിക. മടക്കി 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 നിന്റെ കയ്യിൽ തരിക. നിന്റെ കയ്യിൽ തരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വളരെ വ്യക്തമായ ഈ ദൂത് പറയുന്നേ. നിന്റെ വിദ്യാഭ്യാസമായിരിക്കും ഒരിക്കൽ അപഹരിച്ചത്, നിന്റെ സാമ്പത്തികമായിരിക്കും ഒരിക്കൽ അപഹരിച്ചത്, നിന്റെ ആരോഗ്യമായിരിക്കും, നിന്റെ സൽപ്പേരായിരിക്കും, നിന്റെ ശുശ്രൂഷയായിരിക്കും, നിനക്കുള്ള പലതും അപഹരിച്ചെങ്കിൽ ഇനി തൊടത്തില്ല, ഇനി തൊടുകയില്ല. ഇവൻ തൊടുകയില്ല, ഇനി തൊടുകയില്ല. ഇന്ന് പകൽക്കാലം, ഈ 16ാമത്തെ പകൽക്കാലം സ്വർഗം എന്നെ ഇവിടെ അയച്ചെങ്കിൽ ഈ തിരുവല്ല പട്ടണത്തിനോട്, കടന്നു വന്ന ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയാണ്, ഈ പട്ടണത്തിന്റെ ചരിത്രം ഇതുകൊണ്ട് മാറ്റാൻ പോവുക. നിന്റെ ചരിത്രം ഇതുകൊണ്ട് മാറാൻ പോവുക. നിന്റെ കുടുംബത്തിന്റെ ചരിത്രം ഇവിടെ നിന്ന് മാറാൻ പോവുകയാണ്. നിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെ അവൻ നോക്കിക്കേ. അവൻ പറഞ്ഞു മതി. ഇവളുടെ ജീവിതത്തിൽ താണ്ഡവ നൃത്തം ആടിയ ചിലതിനോട് പറയാം മതി. സമുദ്ര തിരമാലകൾക്ക് മണൽ കൊണ്ട് അതിരിട്ടവനാണ് അവൻ. അവൻ പറഞ്ഞു മതി, ഇനിയില്ല. ഇനി നഷ്ടങ്ങളുടെ കണക്കല്ല നീ പറയാൻ പോകുന്നത്, അവന്റെ മഹത്വത്തെ കുറിച്ചാണ് നീ പറയാൻ പോകുന്നത്. അവന്റെ മഹത്വത്തെ കുറിച്ച് പറയാൻ പോകുന്നത്. നിനക്ക് പറയാനുള്ളത് അവന്റെ മഹത്വമാ. നീ ദൈവം തന്റെ ജനത്തെ എല്ലാവർക്കും ഭയം പിടിച്ചെന്ന്. പണ്ട് ഇവൾ ഒത്തിരി ഭയന്ന് നടന്നതല്ലേ. ഭർത്താവ് മരിച്ച വിധവയ്ക്ക് അവിടെ പോകാൻ പറ്റത്തില്ല, ഇവിടെ പോകാൻ പറ്റത്തില്ല, വിലക്കുകളുണ്ട്, ഇങ്ങനെ ഒത്തിരി ഭയന്ന് നടന്നതല്ലേ. ഇപ്പൊ കണ്ടവർക്കാ ഭയം. ഇന്നലെ വരെ നിന്നെ ഭയപ്പെടുത്തിയ ചിലതില്ലേ, നിന്നെ വിരൽ ചൂണ്ടി അതിരിട്ട ചിലതല്ലേ, അവർക്കാ ഇനി ഭയം പിടിക്കാൻ പോകുന്നത്. നിന്റെ ഭയം അങ്ങെടുത്ത് മാറ്റുക. ഇനി ഭയം അവർക്കാ. മാത്രമല്ല വളരെ ഗൗരവമായിട്ട് നോക്കണം. അന്ന് വരെ അവന്റെ പുറകെ നടന്ന് ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കും. എന്തെല്ലാം അപവാദം പറഞ്ഞു. അനീഷ് കാവാലമേ, സീസൺ മാറുക. ഇവിടെ നോക്കിക്കേ, അടുത്ത നോക്കിക്കേ. ദൈവം തന്നെ ജനത്തെ സന്ദർശിക്കുന്നു പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. ദൈവത്തിന് മഹത്വം. ഇനി
ഇനി അപവാദം പറയാനല്ല, അപശ്രുതി പറയാനല്ല, കുറ്റം പറയാനല്ല, നീ ഭാഗ്യദോഷിയാണെന്ന് പറയാനല്ല, നിനക്ക് ഇങ്ങനെ വന്നല്ലോ കണ്ടോ എന്താ പറ്റി നീ ഭാഗ്യത, ഇതൊന്നും പറയാനല്ല. അവരിപ്പോ ദൈവത്തിന് മഹത്വം, ഭയം അവർക്ക് പിടിച്ചിട്ട് അവര് ദൈവത്തെ മഹത്വീകരിക്കുക. നിന്നെ കാണുന്നവർ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിന്നെ കാണുന്നവര് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഭയങ്കര ഒരു ദൂതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത കേട്ടോണം. ദൈവത്തെ അവർ മഹത്വീകരിച്ചു, അവനെ കുറിച്ചുള്ള ശ്രുതി യഹൂദിയിലെ ഇനി ഇതാ പരക്കാൻ പോകുന്നേ, ഇനി അവനെ കുറിച്ചുള്ള നീ ചെല്ലുന്നിടത്ത്, നീ കാല് ചവിട്ടുന്നിടത്ത്, നീ പോകുന്നിടത്ത്, നീ ശുശ്രൂഷിക്കുന്നിടത്ത് അവനെ കുറിച്ചുള്ള ശ്രുതി ആ യഹൂദയിലും ചുറ്റുമുള്ള നാട്ടിലും ഇത് പരക്കാൻ പോവാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ ചെന്നപ്പോ അവൻ ചരിത്രം തിരുത്തിയില്ലേ? കാനാവിലെ കല്യാണ വീട്ടിൽ എന്റെ യേശു കാലയെ വിട്ടെടുത്ത് ചരിത്രം മാറിയില്ലേ? നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്നപ്പോ ചരിത്രം മാറിയില്ലേ? ആമേൻ. നോക്കിക്കേ, ശതാധിപന്റെ വീട്ടിൽ ചെന്ന ശതാധിപന്റെ അടുത്ത് ചെന്നപ്പോ ചരിത്രം മാറി ഇല്ലേ? എല്ലായിടത്തും അവൻ ചെല്ലുന്നിടത്തെല്ലാം. ഇവിടെ നോക്കിക്കേ, യായിറോസിന്റെ വീട്ടിലെ ചരിത്രം, യായിറോസിന്റെ വീട്ടിലെ ചരിത്രം ഒന്ന് നോക്കി പഠിച്ചേന്നെ. ഇതൊന്ന് പഠിച്ചേ, ഇത് പഠിച്ചേ. ചാടിക്കോ പിടിച്ചോ എന്നൊന്നും പറയണ്ട. ഇവനെ ഒന്ന് പഠിച്ചേ. ഇവൻ ചരിത്രം മാറ്റിയാന്നേ. ഇവന്റെ ചരിത്രം മാറ്റിയാ. ഇനി കരയണ്ട എന്ന് പറഞ്ഞ. അങ്ങനാണെങ്കിൽ നോക്കിക്കേ അവരെങ്ങനെ തിരിച്ചു പോകുന്നൊന്ന് പറഞ്ഞു. പറഞ്ഞു എഴുന്നേറ്റ് ഇങ്ങ് വാ, നമ്മൾ ഒന്നിച്ചാ ശുശ്രൂഷിക്കും. ഇങ്ങോട്ട് വാ, എഴുന്നേക്ക്. അതല്ല ഇപ്പൊ അമ്മയും മോനും തുള്ളിച്ചാടി പോകുന്ന പോലെ അമ്മയും മോനും കൂടെ തുള്ളിച്ചാടാൻ പോവാ. അമ്മയും മോനും ഈ പട്ടണത്തിൽ തുള്ളിച്ചാടും. പറ. ഒരു കാര്യം മാത്രം ഒന്ന് ഓർപ്പിക്കാനാണ് ഞാൻ വന്നത്. അവനെ കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദരൊക്കെയും ചുറ്റുമുള്ള നാടകം പറയുന്നത്. രണ്ട് കാര്യങ്ങൾ അതിന് തൊട്ടുമുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ഇടയിൽ വലിയൊരു ദേവസനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്, നിൽക്കുകയല്ല. നിന്ന് ശുശ്രൂഷിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ദൈവം മറ്റൊരവസരം ഒരുക്കട്ടെ. നമ്മുടെ ഇടയിൽ വലിയൊരു പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു. ഇത് 21 ഇനി 5 ദിവസം കൂടെ ഉണ്ട്. ചിലത് പ്രാപിച്ചോണ്ടേ ഇവിടെ നിന്ന് പോകാവൂ. ഇന്ന് പകൽ നിന്നെക്കുറിച്ചുള്ള ചരിത്രം തിരുത്തുന്നൊരു പകർച്ച, നിന്നെക്കുറിച്ചുള്ള ചരിത്രം തിരുത്തുന്ന ഒരു ആത്മപകർച്ച ഇതിനകത്ത് ആത്മാവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ബോധ്യമുണ്ടെങ്കിലേ കൈയടിക്കാവൂ, വിശ്വാസമുണ്ടെങ്കിലേ കൈയടിക്കാവൂ. രാജനാദികൽക്കര സംഭവാരകതൽ പ്രൗഢമാനക ഉടബല വടബല മൗണ്ടബ റീബല മൗണ്ടബ രഗതല ഘടകം ജാര അതര ഘടക ജനതര ഘട മനതല ഘടക ഷന്ദേ റിബല മർഗദ ഉടമന രഗദ ഉടമന ദിഗദ
ഖമനമരഗദ ഘടകദരഗദ യേശുവിന്റെ രക്തം ഉദബാരമന രഗദൽ ഘടക. ആമേൻ ആമേൻ. സ്തോത്രം. ഈ പ്രവാചക അഭിഷേകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തുവാന്നറിയോ? സ്തോത്രം. ഇനി നീ പറയുന്നത് ദേശത്ത് സംഭവിക്കും. ഒറ്റ തെളിവ്. വേദഭാഗം എടുപ്പിക്കുന്നല്ല, വായിപ്പിക്കുന്നല്ല, ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, സമയമില്ലാത്തതുകൊണ്ട് 1 മണിക്ക് മുമ്പ് തിരിച്ചു ചെന്നില്ലെങ്കിൽ അവരെന്നെ പിടിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒറ്റ തെളിവ് തരാം. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. പ്രൈസ് ദ ലോർഡ്. ദേശത്തെ കാലാവസ്ഥ, ദേശത്തെ അന്തരീക്ഷം, ദേശത്തെ പ്രകൃതി ഉദകമനഗതൽ ഖമനഘടകസി പ്രൗഢമനഘടക. യെസ്. ദേശത്തിന്റെ കാലാവസ്ഥ, ഈ ദേശത്തിന്റെ, തിരുവല്ല ദേശത്തിന്റെ പട്ടണത്തിന്റെ ക്ലൈമറ്റിന്റെ അധികാരം, അതിനെ നിയന്ത്രിക്കുന്ന ഒരു അധികാരം ഈ പകൽ നിന്റെ ശിരസിന് മേൽ പകർന്നുകൊണ്ടിരിക്കുക. വിശ്വാസമുള്ളവർ കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാം. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ദൂതോടെ പറഞ്ഞ് തൽക്കാലം കോമായിട്ട് മൈക്ക് തിരിച്ചു കൊടുക്കാം. ഇതുവരെ നിന്നെക്കുറിച്ച് പലതും പരന്നില്ലേ? അതിനെയെല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് സ്തോത്രം, ഇനി ഒരു പുതിയ ശ്രുതി, ഒരധികാരത്തിന്റെ ശ്രുതി, ഒരഭിഷേകത്തിന്റെ ശ്രുതി, ഒരു ശുശ്രൂഷയുടെ ശ്രുതി. ഉടകൾ കമനക ശന്തര പ്രൗഢമ. കർത്താവിന്റെ ദാസനെ, കാലങ്ങൾ മാറുന്നു, കാലങ്ങൾ മാറുന്നു, ശ്രുതികൾ മാറുന്നു. ദൂതന്മാരിറങ്ങുന്ന പകല, ദൂതന്മാർ അഭിഷേകത്തിന്റെ തൈലവുമായി ഇറങ്ങുന്ന പകല. റഥലകെട്ടി അർത്ഥന ചസിയാര, ശക്തിയോടെ ആരാധിക്കേ. Praise the Lord, praise the Lord, praise the Lord. ശബൽ കരസിയ ധനരഗദന പ്രൗഢമനഗദനഗടക അന്തരേതുനാരകട്ടി വൈഡകൽ കമനഗടകസി. രക്തം ജയം. Praise the Lord, praise the Lord. സ്തോത്രം. മറ്റേ പുള്ളി ചിലതൊക്കെ ഒരുക്കിക്കൊണ്ട് വന്നു. ഒരു സമയം, ഒരു കല്ലറ, ഒരു ശവമഞ്ചം, അത് തള്ളാനാള്, വിലാപഗാനം പാടാനാള്. ഇതെല്ലാം അധികാരമുള്ളവന്റെ ഒറ്റ വാക്കിന്റെ മുമ്പിൽ നിഷ്ഫലമായി. നിനക്ക് വിരോധമായി പിശാച് ഒരുക്കിയ ചിലത് ഈ പകൽ യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ നിഷ്ഫലമാകുക. വിശ്വാസമുണ്ടേലേ കരമടിക്കാവൂ, വിശ്വാസമുണ്ടേലേ സ്തോത്രം ചെയ്യാവൂ. റദൽ കനകടക സന്ധന രഹസ്യാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൂത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലരിതിനകത്ത് സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഒരു സൗഖ്യത്തിനകത്ത് നടക്കുന്നുണ്ട്, ഒരു സൗഖ്യത്തിനകത്ത് നടക്കുന്നുണ്ട്. Praise the Lord. Praise the Lord. Glory. Hallelujah. Hallelujah. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah.
Hallelujah. തിരുവല്ല പട്ടണത്തിന്റെ ചരിത്രം മാറുന്നു. ഉറി. എന്റെയും നിന്റെയും ചരിത്രം മാറുന്നു. അംശസ്കൈഡി. ശുശ്രൂഷയുടെ ചരിത്രം മാറുന്നു. ആരോഗ്യത്തിന്റെ ചരിത്രം മാറുന്നു. നിന്നെ കാണുന്നവര് അന്താളിക്കുന്നവര് രണ്ട് അത്ഭുതപ്പെട്ടു. ഇപ്പൊ അവർക്ക് ഭയം പിടിച്ചു. പണ്ട് നമുക്ക് രോഗത്തെ പേടിയായിരുന്നു, കടം പേടിയായിരുന്നു, വീട് വെച്ചെല്ലാം നമുക്ക് പേടിയായിരുന്നു. ഇപ്പം നമ്മുടെ പേടി അങ്ങോട്ട് എടുത്ത് അമ്പരാൻ അപ്പുറത്തോട്ട് കൊടുത്തു. എന്നിട്ട് അവർ അത്ഭുതപ്പെട്ടു. ആമേൻ. 9 എന്ന് ഒരൊറ്റ പ്രാവശ്യമേ ഈ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് ചരിത്രമാണ്, അത് ചരിത്രമാണ്. പിറ്റേന്നാൾ അവൻ 9 പട്ടണത്തിലേക്ക്. ഓ ജീസസ്. ഈ 16 ഡയറിക്കകത്ത് എഴുതിയിടണം. ഈ 16 ജൂലൈ 16 വെരി സ്പെഷ്യൽ ഡേ. ഒരു കാരണവശാലും വൈദ്യശാസ്ത്രമോ പ്രിയപ്പെട്ടവരോ അനിപ്പാസ്റ്റർ എന്നോട് 100 പ്രാവശ്യം പറഞ്ഞു, അമ്മേ പോണോ? ഞാൻ ഒരു 2 മിനിറ്റ് നിന്നാൽ മതി എന്ന് ദേവദാസൻ പറഞ്ഞു. 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളി എന്നെ സ്റ്റോപ്പ് ചെയ്ത കാര്യം. അമ്മേ ഇത്രയും പേരില്ലേ അമ്മേ അമ്മേ എന്നൊക്കെ പറഞ്ഞു. ആമേൻ. ഞാൻ പറയട്ടെ, എൻ്റെ മുകളിലത്തെ വീട്ടുപണി തീർന്നില്ല. പണി തീർന്നാലല്ലേ എന്നെ കൊണ്ടുപോകത്തുള്ളൂ. വീടിനെ പണി തീരണം. അത് നല്ല സ്പെഷ്യൽ വീടാണ് പണിയുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് അത് ചെയ്യുന്നവരൊക്കെ ഇവിടെ കാണും. ഈ പറഞ്ഞ ഒരു മഹത്വം ഒന്ന് എല്ലാവർക്കും വെളിപ്പെടുത്തിയ ഞാൻ പോത്തു. ഒറ്റ റൗണ്ട് കൂടെ ഓടും, ഒരു റൗണ്ട് കൂടെ ഓടും. ഓടുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവന്റെ മഹത്വം, വെടിവെക്കുന്നവന്റെ മഹത്വം, നിന്റെ കണ്ണുനീരൊപ്പുന്നവന്റെ മഹത്വം, നിന്റെ വേദനകളെ തുടച്ചു മാറ്റുന്നവന്റെ മഹത്വം, നിന്റെ നിന്നെയും അപമാനം ഉരുട്ടി മാറ്റുന്നവൻ ചരിത്രം. അവന്റെ മഹത്വം, അവന്റെ മഹത്വം, അവന്റെ മഹത്വം ഒന്ന് പറഞ്ഞിട്ടല്ലാതെ ഞാൻ